എല്ലാവർക്കും നമസ്കാരം. സച്ചിതം ഫോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പഴയ ചരിത്രവും ആധുനിക സംസ്കാരവും സംയോജിപ്പിക്കുന്ന ഒരു നഗരത്തിലേക്കാണ്. അതെ, വിശാഖപട്ടണത്തേക്ക്. വൈവിധ്യമാർന്ന മ്യൂസിയങ്ങളാണ് വിശാഖപട്ടണത്തിൻ്റെ പ്രധാന ആകർഷണം. ആ മ്യൂസിയങ്ങളിൽ സവിശേഷമായ ഒരു മ്യൂസിയമാണ് TU-142 നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം. പ്രൈഡ് ഫോർ ദ സിറ്റി എന്നറിയപ്പെടുന്ന TU-142 നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം കാഴ്ചകൾ കാണുന്നവർക്കും ചരിത്രപ്രേമികൾക്കും നാവികസേനാംഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാം അറിയാൻ താൽപ്പര്യമുള്ള അനുഭവ അന്വേഷികൾക്കും ആനന്ദകരമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. ബീച്ച് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ഇന്ത്യൻ നാവികസേനയ്ക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന വിമാനത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്കൊരു അവസരം നൽകുകയാണ്. TU-142 നേവൽ എയർക്രാഫ്റ്റ് 29 വർഷത്തോളം ഇന്ത്യൻ നാവികസേനയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഡീകമ്മീഷൻ ചെയ്തതിന് ശേഷം മ്യൂസിയമാക്കി മാറ്റി. ഇന്ത്യൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. ഈ എയർക്രാഫ്റ്റ് മ്യൂസിയത്തിൽ രസകരമായ നിരവധി വസ്തുതകളുണ്ട്. അത് തീർച്ചയായും നിങ്ങളെ നിശബ്ദരാക്കും. എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ആനന്ദവും അറിവും പകരുന്ന ഒന്നാണ് TU-142 നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം. അതിൻ്റെ എക്സിബിഷൻ ഹാളിൽ നിങ്ങൾക്ക് അതിജീവന കിറ്റ്, എൻജിൻ, ഡേറ്റ റെക്കോർഡർ, പ്രൊപ്പല്ലർ, ആൻറ്റി അന്തർവാഹിനി മിസൈലുകൾ, സോണോബോയ്കൾ എന്നിവ പോലുള്ള ധാരാളം ഉപകരണങ്ങൾ കാണാൻ കഴിയും. ഈ ഉപകരണങ്ങളും വിമാനത്തിൻ്റെ ഭാഗങ്ങളും വിശദമായി പ്രദർശിപ്പിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് വിമാനത്തെക്കുറിച്ച് മതിയായ വിവരങ്ങൾ ലഭിക്കും. കൂടാതെ അല്പം ചെലവേറിയതും എന്നാൽ ശ്രമിക്കേണ്ടതുമായ VR റൈഡുകളും മ്യൂസിയത്തിലുണ്ട്. ആകെ മൊത്തത്തിൽ TU-142 നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം നിങ്ങളുടെ വിശാഖ പര്യടനത്തിലെ ഒരു നഷ്ടപ്പെടാത്ത ആകർഷണമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. പ്രത്യേകിച്ചും നിങ്ങൾ കുടുംബത്തോടൊപ്പമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അത് കുട്ടികൾക്ക് മികച്ച ഒരു എക്സ്പോഷറാണ് നൽകുന്നത്. വിമാനം മ്യൂസിയമാക്കി മാറ്റാൻ ചെലവായത് 3.5 കോടി രൂപയാണ്. മൊത്തം 14 കോടി രൂപ അതിൻ്റെ മുഴുവൻ പദ്ധതി വികസനത്തിനും ചെലവായി. 1968 ജൂലൈ 18 ആദ്യ പറക്കൽ നടത്തിയ വിമാനം 2017 മാർച്ച് 29 INS രാജാലിയിൽ നിന്ന് വിരമിച്ചു. നാവികസേനയ്ക്ക് 30,000 മണിക്കൂർ അപകടരഹിതമായ പറക്കൽ സർവീസ് ഈ വിമാനം നൽകിയിരുന്നു. മ്യൂസിയം പ്രതിദിനം 2000 വിനോദസഞ്ചാരികളെയും അവധി ദിവസങ്ങളിൽ ഏകദേശം 4000 സഞ്ചാരികളെയും ആകർഷിക്കുന്നു. വിശാഖപട്ടണത്തെ TU-142 നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം സന്ദർശിക്കുന്നതിനുള്ള പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 40 രൂപയുമാണ്. അതിൽ സൗജന്യ ഓഡിയോ ഗൈഡും ഉൾപ്പെടുന്നു. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8:30 വരെയും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 8:30 വരെയുമാണ് സന്ദർശകർക്ക് ഈ മ്യൂസിയം സന്ദർശിക്കാനുള്ള അവസരം.
നിങ്ങൾ 25-ലധികം ആളുകളുടെ ഒരു ഗ്രൂപ്പാണെങ്കിൽ മ്യൂസിയത്തിലെ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് പാരാമീറ്ററുകൾ, കഴിവുകൾ, മറ്റ് കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പൂർണ്ണമായ മാർഗ്ഗനിർദ്ദേശം നൽകും. എന്നിരുന്നാലും നിങ്ങൾ തനിച്ചാണെങ്കിലും ഓഡിയോ ഹെഡ്സെറ്റിലൂടെ ഇതെല്ലാം ആസ്വദിക്കാനാകും. 2 മുതൽ 3 മണിക്കൂർ കൊണ്ട് ഈ എയർക്രാഫ്റ്റ് മ്യൂസിയം വിശദമായി തന്നെ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനാകും.